ചികിത്സകൾ, അടിചികിത്സകൾ തുടങ്ങി. വേറൊരു ഗ്രൂപ്പ് ചികിത്സിച്ചത് എങ്ങനെ അറിയോ? മന്ത്ര ചികിത്സകളാ. ഖുർആൻ തെറാപ്പി എന്നാ ഒരു പേരിട്ടത്, ഖുർആൻ തെറാപ്പി. എന്നിട്ടോ ആ മന്ത്ര ചികിത്സ മുജാഹിദുകൾ പലരും ചെയ്തു. ഇപ്പൊ മുജാഹിദ് അല്ലിച്ചില്ലിയായി 5, 8, 10 കഷ്ണങ്ങളായി മാറിയപ്പോ ഓരോ ഗ്രൂപ്പും പറയാ നിങ്ങളും ചികിത്സ നടത്തിയില്ലേ, അപ്പൊ മറ്റൊരു ചോദിച്ചാൽ നിങ്ങൾ ചികിത്സിച്ചില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക. അപ്പൊ മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു സക്കരിയ സലാഹി ജിന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പൊ അയാളോട് അതിനെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ ജിന്ന് ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ സക്കരിയ സലാഹി നടത്തിയ ജിന്ന് ചികിത്സ മൂപ്പരന്നെ പറയുന്നത് കേട്ടോളൂ. അത് ചോദ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ തന്നെ ഫറൂഖിലുള്ള ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓരി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക് മൂപ്പര ചികിത്സയുടെ പേടിയുണ്ടോ? ഓന്റെ ശൈത്ത് എന്റെ മേത്തേക്ക് വരേണ്ട മൂപ്പര ആയത്തിനെ കുറിച്ച് ചോദിയിരിക്കുകയാണ്. നോക്കണങ്ങള് ഇത് പറയട്ടെ. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവന് എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറായിട്ട് നെഞ്ചെടുപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അതെല്ലാം കൂടി കെട്ടിമറിഞ്ഞു. ഓന്റെ ലാപ്ടോപ്പിന്റെ ആ സംഗതി എല്ലാം നഷ്ടപ്പെട്ട് ആകെ ബേജാറായി. ഇപ്പൊ ജിന്ന് ചികിത്സ നടത്തി നോക്കിയതാ, നടത്തിയ കോലാപ്പ ഇത്. എല്ലാരും ചികിത്സ നടത്തി സഹോദരന്മാരെ. അപ്പൊ സക്കരിയ സലാഹിയെ ആക്ഷേപിച്ചപ്പോ സക്കരിയ സലാഹി ഇതിന്റെ വിശദീകരണം പറഞ്ഞതാ. എന്നിട്ട് സക്കരിയ പറഞ്ഞു ഞാൻ മാത്രല്ല നടത്തിയത്, എന്നെ വിമർശിക്കുന്ന എതിർക്കുന്ന അനസ് മൗലവി നടത്തിയിട്ടുണ്ട്. കേട്ടോളൂ സക്കരിയ പറയുന്നത്. അനസ് മൗലവിന്റെ ജിന്ന് ചികിത്സ എന്ന് വെച്ചുകൊടുത്തതുകൊണ്ട് ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടി പറയും, പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീകൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തോലെന്നല്ല, ഹാഫിലീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക് കേട്ടില്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസ് എല്ലാരും ഉണ്ട്. മൂപ്പര് ജിന്നിറക്കിയ കേസ് ഒന്ന് കേട്ടോളൂ. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ. രോഗിയായ പെണ്ണെ ഇവരോട് പറയാ, നീ സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കുകയാണില്ലേ, ഓളങ്ങനെ മരത്തി കടത്തിയിട്ടല്ലേ പോകണം, ഇറങ്ങണം, വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ രോഗിയായ സ്ത്രീ ഇയാളോട് ചോദിക്കണത് പറയുന്നത് ശൈത്താനാണ്. ബാക്കി പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. ഉറപ്പായത് ജിന്നാണ്. ആര്?
ശേഖരി ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ, തെളിവാണെങ്കിൽ ഞാൻ ഇവിടെ ഹാജരാക്കും. വേണ്ട വേണ്ട, തെളിവൊന്നും വേണ്ട, അതന്നെ മതി. നിങ്ങളെന്താ ഈ മൗലവി പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തെളിവല്ലേ. സഹോദരന്മാരെ, മുജാഹിദുകളെ ജിന്ന് ചികിത്സക രൂപമാണിത്. ഞാൻ പറയുന്നത് നേരത്തെ ശിർക്കായിരുന്നു, ഇപ്പൊ തൗഹീദായി.